നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ല. ബംഗ്ലാദേശിന് T20യിലും ഇന്ത്യക്ക് മേൽ വലിയൊരു ആധിപത്യം പുലർത്താൻ കഴിയില്ല എന്ന് ക്രിക്കറ്റ് ലോകം നിരീക്ഷിച്ചതാണ്. അത് തന്നെ ആദ്യ T20യിലും സംഭവിച്ചിരിക്കുന്നു. 3 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ത്യ 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം, അതും 49 പന്തുകൾ ശേഷിക്കെയാണ് ഇന്ത്യ വിജയിച്ചേറിയിരിക്കുന്നത്. ബംഗ്ലാദേശ് ആദ്യം ബാറ്റ് ചെയ്ത് 19.5 ഓവറുകളിൽ 127 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. അവർക്ക് വേണ്ടി മിറാസ് അദ്ദേഹമാണ് ഒന്ന് പൊരുതിയത്. 32 പന്തുകളിൽ 35 റൺസാണ് അദ്ദേഹത്തിന്റെ സംഭാവന. ഷാൻഡോ 25 പന്തുകളിൽ 27 റൺസ് എടുത്തു. 18 പന്തുകളിൽ നിന്ന് 12 റൺസ് എടുത്ത ഹൃദോയിയും 5 പന്തുകളിൽ നിന്ന് 11 റൺസ് എടുത്ത ഹുസൈനും പിന്നെ തസ്കിൻ അഹമ്മദ് 13 പന്തുകളിൽ 12, ഇവർ മാത്രമാണ് 2 അക്കം കണ്ടത് എന്ന കാര്യവും ശ്രദ്ധിക്കുക. ഇന്ത്യക്ക് വേണ്ടി അർഷ്ദീപ് സിംഗും അതുപോലെ വരുൺ ചക്രവർത്തിയും 3 വീതം വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. വരുൺ ചക്രവർത്തി കളിക്ക് ശേഷം പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമോഷണലാണ്. വർഷങ്ങൾക്ക് ശേഷം ഇത് റീബർത്ത് പോലെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ബൗളിംഗ് പ്രകടനവും എടുത്തു പറയണം. 4 ഓവറിൽ അദ്ദേഹം 26 റൺസ് വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ യാദവിന്റെ കാര്യം, മായങ്ക് യാദവും മികച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട്. 4 ഓവറിൽ 21 റൺസിന് അദ്ദേഹം 1 വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി. മറുപടി ബാറ്റിങ്ങിൽ പൊളിച്ചെടുക്കുകയാണ് ഇന്ത്യൻ ബാറ്റർമാർ ചെയ്തത്. അതിവേഗം സ്കോർ ചെയ്തു. അഭിഷേക് ശർമ്മ 7 പന്തിൽ നിന്ന് 16 റൺസാണ്, 2 ഫോറും 1 സിക്സറും അടക്കം അദ്ദേഹം അടിച്ചു. പക്ഷെ അദ്ദേഹം റൺഔട്ട് ആയി പോയി. പിന്നെ സൂര്യയും സഞ്ജു സാംസണും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. സാംസൺ മികച്ച രൂപത്തിൽ 6 ഫോറുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. 19 പന്തുകളിൽ നിന്ന് 152.63 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം കളിച്ചു. 29 റൺസാണ് അദ്ദേഹത്തിന്റെ സംഭാവനയെങ്കിൽ സൂര്യ 14 പന്തുകളിൽ നിന്ന് 2 ഫോറും 3 സിക്സറും അടക്കം 29 റൺസ് അടിച്ചു. നിതീഷ് കുമാർ റെഡ്ഡി 15 പന്തിൽ നിന്ന് 16 റൺസുമായിട്ടും ഹാർദിക് പാണ്ഡ്യ പൊളിച്ചടുക്കി 16 പന്തുകൾ 5 ഫോർ 2 സിക്സ് 39 റൺസ് അദ്ദേഹം അടിച്ചുകൂട്ടി. 39 റൺസുമായി അദ്ദേഹവും നോട്ട് ഔട്ട് ആയി നിന്നു. ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. 49 പന്തുകൾ ശേഷി, അതായത് വെറും 11.5 ഓവറുകളിലാണ് ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ഡൊമിനൻസ് ആണ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ